അതെ. ഉം. പ്രേതത്തിനൊക്കെ വലിയ പേടി ഒരാള് പോയി എങ്ങനെ സർവ്വമായ കണ്ടു? സർവ്വമായ കണ്ടിട്ട് പ്രേതത്തിനോടുള്ള ഭയം ഒക്കെ മാറിയോ? ഇല്ല, വളരെ സ്നേഹാണ് ഇപ്പൊ. ആ അത് തന്നെ. എന്താച്ചാ നല്ല പ്രേതല്ലേ സർവ്വമായയില്? നല്ല ക്യൂട്ട് ഫ്രണ്ട്ലി പ്രേതം. അപ്പൊ നിനക്ക് തോന്നുന്നില്ലേ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണെന്ന്? മരിച്ചവരൊക്കെ ചിലപ്പോ തിരിച്ചു വരും. അറിയില്ല. എക്സ്പീരിയൻസ് ഇല്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വരാൻ ചാൻസ് ഉണ്ട് ട്ടോ. ഇതിപ്പോ ഞാനിങ്ങനെ പറയണ മാത്രല്ല. ഞാൻ ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, ഒരു വീട്ടില്. ഉം. അവിടെ ഞങ്ങള് കുറെ ആൾക്കാര് കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം ലാസ്റ്റ് മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പേ ആയിട്ട് ആ വ്യക്തി ന്റെ ഒരു എക്സ്പീരിയൻസ് അപ്പൊ കൂടെയുള്ളവർക്ക് കാണാലോ. അവരിങ്ങനെ പറഞ്ഞൂത്രേ, മരിക്കാൻ പോകുമ്പം ഞാൻ കണ്ടു, പഴയ മരിച്ചുപോയ പലവരും വന്ന് നിക്കണു സൈഡില്, ഓരോന്ന് പറഞ്ഞു, അവര് ചിരിച്ചു. ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവര് മരിക്കുകയും ചെയ്തു. അപ്പൊ ഈ കാര്യം ഞാൻ വേറൊരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്തപ്പോ അവരും പറഞ്ഞു അവർക്ക് അറിയുന്ന, അതായത് വേറൊരു ഫാമിലിയിലെ ആ അമ്മ അതേപോലെ ആ, കിടക്കുന്ന റൂമിൽ ഇവരൊക്കെ സൈഡിൽ പുറത്തിരിക്കുമ്പോൾ ആരോടൊക്കെയോ സംസാരിക്കുന്നു, ചിരിക്കുന്നു എന്ന്. അപ്പൊ ഇവര് ചോദിച്ചു ഉത്തരം ആരാ വന്നേ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, കണ്ടില്ലേ, അമ്മായിയാണ് വന്നു പോയത്. ആക്ച്വലി അമ്മായിയൊക്കെ മുമ്പേ മരിച്ച ആൾക്കാരാ. അങ്ങനെ 2-3 ആൾക്കാർ വന്നത് കണ്ടു. ഇതേപോലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ അമ്മയും മരിച്ചുപോയി. അപ്പൊ പറഞ്ഞു അതിന്റെ മുമ്പ് അവര് വേറൊരു കഥയും കേട്ടിട്ടുണ്ട്. വയസ്സായ ഒരു അച്ഛന്റെ പോലെ കിടക്കുമ്പോ അവർക്ക് തോന്നി ഇത്ര ആരോ വന്ന് വിളിക്കുന്നു, ഉം, എനിക്ക് പോവാറായി, എന്നെ വന്നു വിളിക്കാറായി എന്നൊക്കെ പറയുമ്പം കൂടുതൽ നമ്മൾ വിശ്വസിക്കില്ലല്ലോ. അങ്ങനെ ആരോ വരുന്നു, മരിച്ചവര് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കില്ല, നമ്മൾ കാണാത്തതുകൊണ്ട്. നീ ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന്. പക്ഷെ അവര് വന്നു വിളിച്ചു എന്ന് ഇവര് പറഞ്ഞിട്ടുമുണ്ട്, ഇവര് സംസാരിച്ചിട്ടുമുണ്ട്. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ വ്യക്തികളും മരിച്ചു പോകുന്നുണ്ട്. എന്റെ മുത്തശ്ശി മരിക്കുമ്പഴും ഞാൻ അടുത്തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ മുത്തശ്ശി അങ്ങനെ എന്താ പറയാ ഒരാള് നിക്കുന്ന പോലെ ഉള്ള റിയാക്ഷനോ, ഇമോഷൻസോ ഒന്നും ആ ടൈമിലൊന്നും കാണിച്ചിട്ടില്ല. ഉം. അപ്പൊ അതുകൊണ്ട് അറിയത്തില്ല. 3-4 ദിവസം മുമ്പേ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. മുത്തശ്ശി ഭയങ്കര ഫീബിളായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഉം, ഉം, പക്ഷെ ഉം. നമ്മുടെ അടുത്താ ആ, സംസാരിക്കുന്നത്. ആ, ആ. അല്ലാതെ വേറെ ആരോടും അങ്ങനെ സംസാരിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ ഒരാളെ ഇതുപോലെ മരിച്ച ഒരാളെ കാണുമ്പം ഉള്ള ഒരു സന്തോഷം, ആ, ലൈക്ക് ആ, യു നോ ആ, വി ഉം, ആർ സീയിങ് ദം അഗൈൻ എന്നുള്ള അങ്ങനത്തെ ഇമോഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല ട്ടോ. അറിയില്ല. ഉം, പിന്നെ ഇതല്ലാണ്ട് ഉം, ഞാന്, ചേച്ചി, അനിയത്തി ഞങ്ങൾ ഉം, ആദ്യം ക്വാർട്ടേഴ്സിലായിരുന്നപ്പം ഉം, 2 ബെഡ്റൂം ആയിരുന്നു. അപ്പൊ ഡാഡിയും മമ്മിയും ഒരു ബെഡ്റൂമില്, ഞങ്ങള് 3 പേരും. അപ്പം ഈ വല്യ ബെഡാ. ഞങ്ങക്ക് 3 പേർക്കും കൂടെ കിടക്കാനുള്ള വല്യ ബെഡാ. അപ്പം അതില് ഞങ്ങള് 3 പേരും ഒരേ റൂമിലിരുന്നിട്ടൊക്കെയാ പഠിക്കാ രാത്രിയില്. അപ്പൊ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നില്ലേ ഈ ബെഡിന്റെ ഒക്കെ നടുവില് വെയിറ്റ് വരുമ്പോ ഒരു ഒരു ക്രാക്കിംഗ് പോലത്തെ ഒരു കുഞ്ഞു സൗണ്ട് ഉം, ഉം, വരില്ലേ? ഉം, ഉം, ആസ് ഇഫ് യു നോ എന്തോ ഹെവി ആ, ആയിട്ടുള്ളൊരു സാധനം വന്ന് ഇരുന്ന ഉം, മാതിരി. ഉം. ഇപ്പൊ നമ്മൾ ഓടിപ്പോയി അവിടെ ഇരിക്കുമ്പോ ആ സൗണ്ട് വരും. അതെ. അതുപോലത്തെ സൗണ്ട്. ആ സൗണ്ട് കേട്ടത് ഞാനും ചേച്ചിയും അനിയത്തിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ. ഉം, പിന്നെ ഇടയ്ക്ക് ഈ കാറ്റില്ലേ, ഉം, അത് എന്ന് പറഞ്ഞാ ഇപ്പം ഒരു സാധനം ഭയങ്കര സ്പീഡിൽ പോകുമ്പം ഉം, ഉം, നമുക്ക് ഈ കാറ്റിങ്ങനെ ഉം, അടിക്കില്ലേ? ഉം, ഉം, വീട്ടിന്റെ അകത്താ ഞാൻ ഉം, ഉം. പറയുന്നത്, അല്ല ഓ, വെളിയിലല്ല. ഓ, ഓ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം മൂവ് ചെയ്യുമ്പം ഈ കാറ്റിങ്ങനെ ചെവിയിലോട്ട് അടിക്കുന്ന പോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സ്പീരിയൻസ് വരാറുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ചിന്തിക്കാറുണ്ട് പെട്ടെന്ന് ഇത് എവിടുന്നാ, ആസ് ഇഫ് ഈ ഉം. ഭയങ്കര സ്പീഡില് ട്ടോ. ഓക്കെ. ഭയങ്കര സ്പീഡില്. ഉം, അല്ലാതെ ഉം, പതുക്കെയൊന്നും അല്ല. ഉം. അപ്പം അങ്ങനെ എനിക്ക് എന്റെ ചെവിയുടെ അടുത്ത് ഫീൽ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് എനിക്കിതുവരെ ഉം. മനസ്സിലായിട്ടില്ല. സർവ്വമായാലും പക്ഷെ അവരതൊരു ക്യൂട്ടായിട്ടൊക്കെ പറയുന്നുണ്ട്. ആ ലൈറ്റ് ബ്രീസ് അവർ ടച്ച്. ലൈറ്റ് ബ്രീസ് അല്ല ഇത്. ആ. ബ്രീസ് എന്ന് പറയാനേ പറ്റില്ല. ഉം. ഇറ്റ്സ് ലൈക് ഭയങ്കര ഓക്കെ, ഓക്കെ, സ്പീഡില്. ഓക്കെ, ഓക്കെ. അപ്പം അപ്പം ഇപ്പൊ അത് വിട്. നമുക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കാം കുറച്ചും കൂടി. അതില് ഇന്ന് രാത്രി ഉറങ്ങത്തില്ല അതുകൊണ്ടല്ലേ പേടിച്ചിട്ട്. അല്ല, ഒരു സിമ്പിൾ കാര്യം അതിലത്ത് ഒരു നമ്മളിത് മൂവി കാണാൻ പോയപ്പോ എന്റെ കൂടെ വേറെയും കുറെ ആൾക്കാരുണ്ടായിരുന്നേ. അപ്പൊ നിനക്കുണ്ടോ ഈ കൺഫ്യൂഷൻ അറിയാനാ? ക്ലൈമാക്സില് നിവിൻ പോളി, പറയാൻ പാടുവോ? എല്ലാരും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, കുഴപ്പമില്ല, പറയാ. ഇപ്പൊ ഒരുവിധം എല്ലാരും കണ്ടു കണ്ടു. കഴിഞ്ഞിട്ടുണ്ടാവും മൂവി. നിവിൻ പോളി നിവിൻ പോളി ആണോ ബോയ് ഫ്രണ്ട്, അതോ നിവിൻ പോളി അല്ലേ ബോയ് ഫ്രണ്ട്? നിവിൻ പോളി ആണെന്ന് എനിക്ക് തോന്നിയില്ല. അല്ലല്ലേ. ഇല്ല. അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാല് ഈ കുട്ടി എന്തുകൊണ്ട് നിവിൻ പോളിന്റെ അടുത്തേക്ക് വന്നു ചോദിച്ചു. അപ്പം നമ്മളൊക്കെ എന്താ പറയാ ഡിസ്കസ് ചെയ്യുമ്പം മ്യൂസിക് ആണ് ആ കണക്ട് ചെയ്തത്. കറക്റ്റ്. അത് കഴിഞ്ഞപ്പം എന്താ പറയുന്നത്, വേറൊരു കൗണ്ടർ ആർഗ്യുമെന്റ്, ഒരു മ്യൂച്വൽ ഫ്രണ്ട് ത്രൂ ആണ് ഈ കുട്ടി പരിചയപ്പെട്ടേന്ന്. അപ്പൊ നിവിൻ പോളി മേ ബി കൺസിഡർ ചെയ്തിട്ടുണ്ടാവും ഈ കുട്ടീനെ ആസ് എ നോർമൽ ഫാൻ.
പക്ഷെ ഈ കുട്ടിക്ക് അത് വളരെ സീരിയസ് അഫെയർ ആയിട്ട് തോന്നിയിട്ട് ഉം. ഈ കുട്ടി വിളിച്ചപ്പോ വന്നില്ലല്ലോ. ഉം. അതുകൊണ്ട് തിരിച്ച് നിവിൻ പോളിന്റെ അടുത്ത് വന്ന് നിവിൻ പോളിനെ മനസ്സിലാക്കിച്ചു കൊടുത്തതാണ് എന്ന് അത്. പക്ഷെ ഞാൻ ഉം, ചോദിക്കട്ടെ, ഉം, അപ്പളും ഈ കുട്ടി നിവിൻ പോളിയുടെ അടുത്ത്, ഐ മീൻ ഉം, ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് ഉം. ഇന്ന സ്ഥലത്ത് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതെ. അപ്പം നിവിൻ പോളിക്ക് ആ അഡ്രസ് അറിയണം. ആ പക്ഷെ ലാസ്റ്റ് നിവിൻ പോളി കുറെ സെർച്ച് ചെയ്തിട്ടൊക്കെ അല്ലേ ആ അതെ. അഡ്രസ് കണ്ടുപിടിച്ച് പോകുന്നത്. ആൻഡ് അല്ലെങ്കിൽ ആ കുട്ടി ആദ്യം കാണുമ്പോൾ നിവിൻ പോളി, ഓ ഐ നോ യു, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടെന്നല്ലേ പറയണ്ടേ? ശരിയാണ്. ഓർമ്മയില്ലല്ലോ. ശരി, നിവിൻ പോളി മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇല്ല. അവരുടെ ഡൗട്ടാണ്. നിവിൻ പോളി കൺസിഡർ ചെയ്യാതെ വിട്ട ഒരു ഫാൻ, എവിടെയോ പ്ലേ ചെയ്യാൻ വിട്ടൊരു ഫാൻ നിവിൻ പോളിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും വിളിച്ചപ്പോൾ മേ ബി ഫ്രണ്ടിനോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളോട് കാണിക്കുന്നില്ലല്ലോ കോൺവെർസേഷൻ എങ്ങനെ വരാൻ പറഞ്ഞു ഈ എസ്റ്റേറ്റിലേക്ക് എന്ന്. ആ മ്യൂച്വൽ ഫ്രണ്ടിനോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പ്ലീസ് ടെൽ ഹിം ടു കം ടു ദിസ് പ്ലേസ്. അത് അവിടുന്ന് അങ്ങനെ പൊട്ടിപ്പോയത് കൊണ്ട് തിരിച്ച് തേടി വന്ന് ബോയ് ഫ്രണ്ടിന്, ഐ മീൻ ഇവനാണ് ബോയ് ഫ്രണ്ടെന്ന് വീട്ടിൽ അറിയിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ കുറെ ക്ലൈമാക്സ് ട്വിസ്റ്റ്. എന്തോ എനിക്ക് അങ്ങനെ അങ്ങോട്ട് തോട്ട്സ് പോയേ ഇല്ല. നിവിൻ പോളി ആയിരിക്കും എന്ന് എനിക്കത് ഒരു മിനിറ്റ് പോലും തോന്നിയില്ല. തോന്നിയിട്ടേ ഇല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല്, വല്യച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് മരിച്ചവർക്ക് ഒരു ക്ലോഷർ വേണം എന്നും അല്ലെ, അതെ. സുഖായിട്ട്. അതാണോ, നിനക്ക് അങ്ങനെയാണോ ആ, തോന്നിയത്? അതെ അതെ കറക്റ്റ്. സുഖായിട്ട്. അപ്പൊ എനിക്ക് രണ്ടാമത്തെ ഈ ഒരു ഡൗട്ട് ആൾക്കാർ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു, ഓ ശരിയാണ്, ഇനിയിപ്പൊ അങ്ങനെ ആയിരിക്കോ, നിവിൻ പോളി ആയിരുന്നോ ഇനിയിപ്പോ ബോയ് ഫ്രണ്ട്, നമ്മൾ മനസ്സിലാക്കാതെ പോയതാണോ എന്ന്, അങ്ങനെ കുറെ ഡൗട്ട്സ് വന്നു സെക്കൻഡ്. അപ്പൊ കണ്ട് 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 പോകുമ്പോ നിവിൻ ഉം. പോളിക്ക് ഒരു വിധത്തിലും ഈ കുട്ടിയെ അറിയുന്ന പോലെ, പരിചയമുള്ളതുപോലെ, അല്ലെങ്കിൽ ആ സൗണ്ട് കേട്ടിട്ടുള്ളത് പോലെ പോലും ആ തോന്നിയിട്ടില്ല. കറക്റ്റ്. ഇവരിപ്പം ഡയറക്ട്ലി ഒരു പ്രാവശ്യം കണ്ടു. ഇപ്പം ഗോപു പറയുന്ന പോലെ, അല്ലെങ്കിൽ ഗോപുവിന്റെ ഫ്രണ്ട്സ് പറഞ്ഞ മാതിരി ഇപ്പം നിവിൻ പോളിക്ക് അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിട്ടില്ല ആ കുട്ടിയുടെ അടുത്ത്, വോട്ടെവർ. അതെ, പക്ഷെ ആ കുട്ടിയുടെ വോയിസ് കേട്ടാൽ ചിലപ്പോൾ നിവിൻ പോളിക്ക് മനസ്സിലാവുമല്ലോ, ആ ശരിയാണ്, വോയിസ് കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണ്, പക്ഷെ ശരിയാണ്. അതുപോലും ഒരു റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെ എവിടെയും മൂവിയില് പറയുന്നൊന്നുമില്ല. ഉം. അപ്പം ആവാൻ ചാൻസ് കുറവാ. പക്ഷെ മേ ബി നിവിൻ പോളിയുടെ ഒരു ഫിഗർ ആയിരിക്കും. എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആണ്, വേറെ റിലീജിയൻ ആണ്, ഉം. പിന്നെ താടിയുണ്ട്. താടിയുണ്ട്. ഉം, ഉം. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പം ചിലപ്പോ നിവിൻ പോളിയുടെ ഒരു ഓവറോൾ ലുക്ക് അതായത് ആ കുട്ടീന്റെ കിട്ടിയിട്ടുണ്ടാവായിരിക്കും. ടൈപ്പ് ബോയ് ഫ്രണ്ട് ആണ് നിവിൻ പോളി. അതെ. മേ ബി അവർ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവര് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിട്ടുണ്ടാവൂല. അല്ലെ? അറിയില്ല. എന്തായാലും ശരി. പക്ഷെ അതിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? നിനക്ക് ആ മൂവിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ലൊരു പ്രേതം, ഭയങ്കര ഫ്രണ്ട്ലി പ്രേതം. പിന്നെ ഇങ്ങനെ രണ്ടാമത്തത് അവര് കഥ എങ്ങട്ടാ കൊണ്ടുപോണേന്ന് ഒരു ക്ലൂവും ഇല്ല കിട്ടിയില്ലല്ലോ. ഇല്ല ഇല്ല. ആക്ച്വലി ഇത് ഉം, പറഞ്ഞപ്പോഴാ, ഉം, ഗോപു ഇത് ഉം, പറഞ്ഞപ്പോഴാ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്ന്, ഉം. ഈ മൂവി കണ്ടു തുടങ്ങിയപ്പം ഈ കുട്ടി പ്രേതമാണല്ലോ. അപ്പൊ ശരിക്കും യെസ്, അതാണ് ലാസ്റ്റ് കേട്ടേന്നൊക്കെ ഇടയ്ക്ക് ആ, ആ, പറയുന്നുണ്ടല്ലോ. അതാണ് ഉം. പുള്ളിക്കാരി എവിടെയോ കേട്ടത്, ആരാന്നൊന്നും അറിയത്തില്ല. അപ്പം എന്റെ വിചാരം എന്താണെന്നറിയോ, എന്തോ ഈ കുട്ടി യെസ്ന്ന് ഏതോ ഒരു റിലേഷൻഷിപ്പിലോ എന്തോ ആയിരുന്നപ്പം യെസ്ന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ സ്റ്റാബ് ചെയ്യോ എന്തോ ചെയ്തു. ആ കുട്ടി അങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ ആ കുട്ടിയെ എവിടെയോ തള്ളിയിട്ടു. അങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരാളാണ്. നമ്മൾ അങ്ങനെയാണല്ലോ കേൾക്കുന്നത്. അതുകൊണ്ടാണ് പ്രേതമായിട്ട് വരുന്നത് എന്നൊക്കെ. അതെ. വേറൊരു പോയിന്റ് കൂടി ഞാൻ വിചാരിച്ചത് എന്താറിയോ? വല്യച്ഛൻ ജനാർദ്ദനനോട് അജു വർഗീസ് വന്ന് പറയുന്നുണ്ടല്ലോ, അമ്മാവാ ഞാനിങ്ങനെ ഇനി പ്രേതത്തിനെയൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടി പോവാൻ പോവാ പറയുമ്പം ജനാർദ്ദനൻ ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പ്രേതം 3 തരമാണ്. ഫസ്റ്റ് രണ്ടും ഭയങ്കര ശാന്തം, മറ്റേത് ഭയങ്കര കൊണ്ടേ പോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത സീനിൽ കാണിക്കുന്നത് ഈ കുട്ടീനെയാ. അപ്പം ഞാനും ആ നടുവ് സമയത്ത് ഞാൻ വിചാരിക്കുന്നത്, ഏതോ ഒരു സ്റ്റേജിൽ ഈ കുട്ടി മറ്റേ ആ ദുഷ്ടപ്രേതമായി മാറും. ഉം. കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അപ്പളൊക്കെ ഈ പ്രേതം ഇനി വയലന്റ് ആവും എന്ന് പറഞ്ഞ് സിനിമ കണ്ടിട്ടില്ല. ലാസ്റ്റ് വരെ പ്രേതം കംഫർട്ടബിളി കൊണ്ടുപോണ കണ്ടപ്പോ എനിക്ക് ആ സിനിമ ഇഷ്ടം. ആ, ഇപ്രാവശ്യം ഉം, പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഉം, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഉം. ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യുന്നത് ഞാനാ. അപ്പം നമുക്കൊക്കെ ലെറ്റ്സ് ഓൾ കൗണ്ട് അവർ ബ്ലെസ്സിങ്സ്. പ്രേതത്തിനെ കണ്ടാൽ അതൊരു ബ്ലെസ്സിങ്, പ്രേതത്തിനെ കണ്ടില്ലെങ്കിൽ അതൊരു ബ്ലെസ്സിങ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് Echoes എക്കോസ് of ഓഫ് Orbit. വിത്ത് റെൻ ആൻഡ് ഗോ.